ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെയാണ് പ്രകാശൻ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഗുണ്ട ലക്ഷ്മിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മിയുടെ ഫ്ലാറ്റിലേക്ക് ഇടിച്ചു കയറുവാണ്. ലക്ഷ്മി ഒറ്റക്കാണ്. അപ്പോൾ ലക്ഷ്മിയുടെ ഫ്ലാറ്റിലേക്ക് കയറിയിട്ട് ലക്ഷ്മിയുടെ ഒറ്റ തള്ളുവാണ്. ലക്ഷ്മി അപ്പം തന്നെ കട്ടിലേക്ക് മറിഞ്ഞു വീഴുന്നുണ്ട്. ശേഷം നമ്മുടെ CS അറേഞ്ച് ചെയ്ത ഗുണ്ടയും അതുപോലെ തന്നെ ഹോട്ടലിൽ വേറെ ഗുണ്ടകളും എല്ലാവരും കൂടി വന്നിട്ട് പ്രകാശൻ അറേഞ്ച് ചെയ്ത ഗുണ്ടനെ ഇടിച്ച് ചതച്ച് ചമ്മന്തി ആക്കുക കേട്ടോ. ആ സമയത്ത് കാർത്തികയും അതുപോലെ തന്നെ ലക്ഷ്മിയും കൂടി പറയേണ്ടത് ഇതിന് എന്തായാലും പ്രകാശൻ ഞാൻ തിരിച്ചടി കൊടുത്തിരിക്കുമെന്ന് പറയുമ്പോൾ കിരൺ പറയണ്ട്, വേണ്ട കാർത്തികേ, നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട, ഇതിലുള്ള പണി ഞങ്ങൾ കൊടുത്തോളാം. എന്തായാലും ഇനി അവന്റെ കൈ ഒരിക്കലും ലക്ഷ്മിയമ്മയുടെ നേരെ തിരിയാൻ പാടില്ല. അതിനൊരു ഉഗ്രം പണി തന്നെ പ്രകാശിനിട്ട് കൊടുക്കണം. ആൾക്ക് 2 പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് വന്നതാണ്. അതുകൊണ്ട് ആൾക്ക് മാത്രം കൊടുത്താൽ പോരാ, ആളുടെ ഒരു മോനുണ്ടല്ലോ വിക്രമാദിത്യൻ, അവനും ഒരു തിരിച്ചടി കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് CS അറേഞ്ച് ചെയ്ത കുറച്ച് അധികം ഗുണ്ടകൾ വിക്രത്തിനെയും പ്രകാശനം അടിച്ച് തെറിപ്പിക്കുക കേട്ടോ. അതിനുശേഷം അവർ പറയുന്നുണ്ട്, ഇനി ലക്ഷ്മിയമ്മയുടെ മോളിൽ നിങ്ങളുടെ നീഴലെങ്ങാനും വീണ് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കണം, നിങ്ങൾ ഇല്ലാതാക്കി കളയും എന്ന് പറഞ്ഞിട്ട് ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തി പോവുകയാണ്. കൈയും കാലൊക്കെ കൊണ്ടിട്ട് നമ്മുടെ പ്രകാശനും അതുപോലെ തന്നെ വിക്രമും കൂടി വീട്ടിലേക്ക് വരുമ്പോൾ കാർത്തിക ചോദിക്കേണ്ട എന്ത് പറ്റിയും ചോദിക്കുമ്പോഴേക്കോ ഒന്നും പറയണ്ട, ഏതോ ഗുണ്ടകൾ വന്ന് ഇടിച്ചാന്ന് പറയാണ്. വിക്രം പറയണ്ട, അച്ഛ നമ്മൾ വിചാരിച്ച പോലെ തന്നെ അച്ഛൻ്റെ ആദ്യ ഭാര്യ ഭയങ്കര പിടിപെടാണ്, കണ്ടില്ലേ ആ കിരണിന്റെ അച്ഛൻ സേനില്ലേ ചന്ദ്രസേന, അയാളെക്കാളും പിടിപെടാൻ തോന്നണം അവർക്ക്. എന്തായാലും അവരെതിരെ തിരിയണ്ട അച്ഛ, മതിയായി, കോടതിയിൽ എന്തെങ്കിലും നടക്കട്ടെ, അച്ഛൻ ജയിലിൽ പോയാലും കാർത്തികച്ചൻ അമ്മ കല്യാണം കഴിക്കാന്നല്ലേ പറഞ്ഞേക്കണത്. അപ്പൊ അങ്ങനെ തന്നെ നടക്കട്ടെ അച്ഛ, എന്തായാലും നമുക്ക് ഈ പരിപാടി നിർത്താം, എന്തായാലും അവരെ തൊട്ടിട്ടുള്ളൊരു കളി വേണ്ട, എനിക്ക് ഈ വേദനയൊക്കെ പോകാൻ ഒരുപാട് സമയം എടുക്കും, ജീവിതം ഒന്ന് ആസ്വദിച്ച് വരുന്നേ ഉള്ളൂ, അപ്പോഴതേ ബെഡിൽ കിടക്കാൻ പോകുന്നത് എന്ന് പറയാണ്. അമ്മൂമ്മയാണെങ്കിൽ ഈശ്വര അവളെ കൊണ്ട് എന്തൊരു ശല്യമാണ്, 10-25 വർഷം ശല്യമൊന്നും ഉണ്ടായില്ല, ഇതിനേക്കാൾ എത്രയോ ഭേദമാണ് ദീപ എന്ന് പറയുമ്പോൾ അമ്മേ അവളുടെ പേര് പറയുന്നത് രണ്ടും കണക്കാണ് എന്ന് പ്രകാശം പറയുമ്പോൾ അതെ രണ്ടും കണക്കാണ്, പക്ഷെ ദീപ് ഇതിനേക്കാളും കുറച്ചും നല്ലതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളത് പറയാണ്. എന്തായാലും പ്രകാശനും വിക്രത്തിന് നല്ലൊരു അടിപൊളി തിരിച്ചടിയായിട്ടോ കിട്ടാൻ പോണത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.